പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ബന്ധുക്കളെ, സ്വന്തപ്പെട്ടവരെ, സഹോദരങ്ങളെ, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളായിരിക്കുന്നവരെ, പല പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരെ, സമൂഹത്തിന് വേണ്ടി ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പാതി വഴിക്ക് നിന്ന് പോയവരെ, ഹോംവർക്കുകൾ ചെയ്യാൻ പറ്റാത്തവരെ, എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവരെ, പിന്നെ മുന്നോട്ട് ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റാതിരിക്കുന്നവരെല്ലാം അവരുടെ കെട്ടുകൾ കർത്താവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ഉടമ്പടിയിലെ അസ്വാരസ്യങ്ങളുള്ളവരെ, ദമ്പതികൾ പിരിഞ്ഞു പോയവരെ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവരെ, മക്കളെ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളതുപോലെ ജീവിക്കാൻ വിചാരിച്ച് നിരാശപ്പെട്ട് ഭിത്തിക്ക് കീഴടങ്ങളെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. അവർ സാക്ഷ്യം പറയാൻ വേണ്ടി 19 മാസം കർത്താവിൻ്റെ നാമത്തെ അനുവദിച്ച് നൽകുന്ന
കർത്താവിൻ്റെ ഉന്നതമായ നാമം സ്വന്തം ചെയ്യുന്നു. ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, കാർഷിക ഭൂമിയിൽ കടമുള്ളവരെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ, അവർക്ക് പുതിയ കാലത്തേക്ക്, പുതിയ ചകര സമയത്തേക്ക് വള്ളവും വരെയും ഒരുങ്ങി വരാത്തവരെ, അതിനുള്ള പണം കിട്ടി അത് പുതുക്കാൻ പറ്റാതിരിക്കുന്നവരെ, അവരെ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. വേണ്ടത്ര തൊഴിലാളികളെ കിട്ടാത്തതിൻ്റെ പേരിൽ, തൊഴിലാളികൾ തൊഴിൽ വേണ്ട പോലെ ചെയ്യാത്തതിൻ്റെ പേരിലും കമ്പനിയിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നവരെ, അവരുടെ കമ്പനികളൊക്കെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വേണ്ട മാർക്കറ്റിംഗ് കിട്ടാത്ത കമ്പനികൾ, അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, തൊഴിൽ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, അവർക്കതുകൊണ്ടാണ് ന്യൂനതകൾ, പോരായ്മകൾ എല്ലാം കുടുംബത്തിലുള്ളവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പടലപ്പിണക്കങ്ങളും തൊഴിൽ കുത്തുകളും മൂലം ചില ആൾക്കാരുടെ തലയിൽ വന്ന് വീണിട്ട് അവർ ഉത്തരം പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്ന അവസ്ഥകൾ, അതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ സങ്കടങ്ങളെ, അവരുടെ ഭാരങ്ങളെ വിടുതൽ ചെയ്യുന്നു. മക്കൾക്കൂടെ ആശങ്കയുള്ളവർ, മക്കളോർത്ത് പ്രയാസപ്പെടുന്നവർ, മക്കളുടെ പഠനത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് വേണ്ട വഴി കാട്ടിക്കൊടുക്കാൻ പറ്റാത്തവർ, അതിനുള്ള പണമില്ലാത്തവർ, പണത്തിൻ്റെ സോഴ്സ് കാണാത്തവരെ ഈ കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ അവർക്ക് സോഴ്സ് കണ്ടെത്താനും കുഞ്ഞുങ്ങളുടെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനും ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. അതായത് നമ്മളെ സംബന്ധിച്ചോളം മനുഷ്യന്മാർക്കൊണ്ട് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് റെഫറൻസ് ആൾക്കാർ ചെയ്യണത് എന്താണ്? നമുക്ക് പൈസ ഇരിപ്പുണ്ടല്ലോ, അതെടുക്കാമല്ലോ, പറമ്പുണ്ടല്ലോ, അത് വിൽക്കാമല്ലോ, നമുക്ക് പൈസ ഇന്നാൾ തരാനുണ്ടല്ലോ, എടുക്കാമല്ലോ, ബാങ്ക് ലോൺ എടുക്കാമല്ലോ. ഇങ്ങനെ മനുഷ്യന്മാർ ആദ്യമേ തന്നെ അവരുടെ മെറിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഓവറായിട്ട് കോൺഫിഡൻസ് ആകുന്നത്. ഓവർ കോൺഫിഡൻസ് മെറിറ്റിനെ കുറിച്ച് ഉണ്ടാകുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആശ്രയം കുറഞ്ഞിരിക്കും. അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അപകടമാണ്. സംഖ്യ 14:6 ദേശം ഒറ്റുനോക്കാൻ അതുപോലെയുള്ള ദേശങ്ങളില്ല, ഒറ്റുനോക്കാൻ വിട്ടാണ് ആൾക്കാര്. നൂനിന്റെ മകൻ ജോഷുവ ഉണ്ടായിരുന്നു. യെഫുന്നയുടെ മകൻ കാലേബ് തങ്ങളുടെ വസ്ത്രം കീറി. വസ്ത്രം കീറാൻ കാര്യം അറിയാവോ? ഈ അവര് 3ഉം 5ഉം ഒക്കെ ആയിട്ട് 2 ഒക്കെയാണ് പോയത്. 3ഉം 2ഉം 5 അങ്ങനെ 5 പേരുടെ 2 ഗ്രൂപ്പാണ് റിപ്പോർട്ടിങ് വരണത്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ദേശം സ്പൈ ഔട്ട് ചെയ്യാൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണത് മോശം ഉണ്ടോ എന്ന് പറയണത് ആദ്യത്തെ ആൾക്കാർ എന്താ പറയണമെന്ന് അറിയാമോ? അവിടെ അനാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിങ് കോങ് ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു, ഗുസ്തി മല്ലന്മാരുണ്ടായിരുന്നു. അവിടെ മക്കളൊക്കെ ഉണ്ട്, അവർ നമ്മളെ തിന്നുകളയെന്ന് പറയും, പേടിപ്പിച്ച് കളയും മോശത്തിനവരെ. സംഖ്യ 13, 27, 28 അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണ് ആ ദേശം. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങള് മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല അനാക്കിന്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. പേടിപ്പിച്ചു കളഞ്ഞു, മല്ലന്മാരെ കണ്ടു. പക്ഷെ ജോഷുവ എന്താ പറയുന്നത് ചോദിക്കാൻ സ്ഥാനം. ജോഷുവ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. ജോഷുവ അതിനെങ്ങനെ കാണുന്നത്? കവനന്റൽ ഫ്രെയിമിൽ അത് കാണുന്നത്. ജോഷുവ എന്താ പറയുന്നത് ചോദിക്കാതെ വാശി കേട്ടില്ലേ? ദേശം ഒറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലേബും തങ്ങളുടെ വസ്ത്രം കീറി. അവർ ബ്ലാസ്ഫെമിക്കായിട്ടാണ് കീറിയത്. കർത്താവിനെ വിശ്വസിക്കുന്നതിന് പകരം ഇവന്മാർ അവന്മാരുടെ മസിലിൽ വിശ്വസിച്ചു, ശത്രുവിന്റെ മസിലിൽ വിശ്വസിച്ചു. അപ്പൊ അത് ബ്ലാസ്ഫെമിയല്ലേ? അപ്പൊ അവര് സഹിക്കാതെ വസ്ത്രം കീറി. അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, എന്താ പറഞ്ഞു? ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും.
നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. ജനങ്ങളെ അവർ നമുക്ക് ഇരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്, കർത്താവ് നമ്മുടെ കൂടെയാണ്. അവരെ ഭയപ്പെടേണ്ടതില്ല. അവരെ ഭയപ്പെടേണ്ടതില്ല. എന്തൊരു രസം കേൾക്കാൻ. അതായത് കർത്താവിനെ കൂടെ നിർത്തുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. ഇപ്പൊ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതം സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിച്ച് കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമാക്കി എടുക്കുക. അതുകൊണ്ടാണ് നിബന്ധനകളൊക്കെ എല്ലാം വെച്ചിരിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, രോഗികൾ ശുശ്രൂഷ, നമ്മുടെ വിശുദ്ധീകരണമൊക്കെ വെച്ചിരിക്കുന്നതിനാണ് കർത്താവിന് പ്രീതികരമായ രീതിയിലേക്ക് ജീവിതം പുനഃക്രമീകരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? കർത്താവ് നമ്മൾക്കത് ഏൽപ്പിച്ച് തരുമെന്ന്. അത് മോസസിന് ഇടയ്ക്ക് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. കർത്താവ് ഇപ്പോൾ പുറപ്പാട് 14 എല്ലാവരും പറയുന്ന വചനമില്ല. എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാലും മതിയെന്ന് 14 വായിക്കണില്ലേ? അത് തന്നെ അതും ഉടമ്പടി വചനമാണ്. അതായത് ഈ അനാർക്കിൻ്റെ മല്ലന്മാരെ ജോഷുവയും കണ്ടതാണ്, പക്ഷെ പേടിച്ചില്ല. അതുകൊണ്ടാണ് ജനങ്ങളോട് പറയണത്, നിങ്ങൾ പണി ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ പ്രതിയോഗികളെ കണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം കണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങളെ കണ്ട്, ജപ്തി നോട്ടീസ് കണ്ട്, വിൽക്കാത്ത സ്ഥലങ്ങളെ കണ്ട്, അയൽവാസികളുടെ കേസ് കണ്ട് പേടിക്കരുത്. പിന്നെന്താണ്? ദൈവത്തോട് നിങ്ങൾ മലതിരിക്കുകയും ചെയ്യരുത്. ഇപ്പം നമ്മൾ ഉടമ്പടിയുടെ വില്ലന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഉടമ്പടി ഇടക്കുള്ള വില്ലൻ ആരായിരുന്നു? ലോത്തായിരുന്നു. ലോത്തിനെ പേടിച്ചു. ആര്? എബ്രഹാം അല്ലേ, സാറാ പേടിച്ചു. എങ്ങനെ പേടിച്ചു? എബ്രഹാം വയസ്സായും പ്രായമായിട്ടിരിക്കുന്ന ആൾ മരിച്ചുപോയ ഭയങ്കര ഗുണ്ടയെ ലോത്ത് ഇവരെ കൊന്നുകളയും, സ്വത്തെല്ലാം അടിച്ചു മാറ്റും. അതുകൊണ്ട് എബ്രഹാത്തിനോട് പറഞ്ഞ്, നിങ്ങളിനി കാത്തിരിക്കേണ്ട, ഹാഗറിനെ പ്രാപിക്കുക, പിള്ളേർ ജനിക്കണം, പിള്ളേരില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയും. പേടിച്ചു പോയി. സാറായി ലോത്തിനെ പേടിച്ചു. അത് പറഞ്ഞുകൊണ്ട് തന്നെ എബ്രഹാത്തിനെ പേടിപ്പിച്ചു. അങ്ങനെയാണ് അവർ ഹാഗറിനെ പ്രാപിക്കുന്നത്. അവർ എബ്രഹാം പേടിയുണ്ട് അവിടെ. ഇതിൻ്റെ വരുന്നൊരു വിഷയം, 2 കാര്യങ്ങൾ ഉടമ്പടി പാടില്ല. എന്തൊക്കെയാണ്? പേടി പാടില്ല. അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, തോക്കുമോ നമ്മൾ കൈകൊടയല്ലേ. അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞ് ഒരു പുണ്യ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? IAM-ൽ ഞാൻ 2 ആഴ്ചയ്ക്ക് പഠിക്കാൻ പോകത്തില്ല, പക്ഷേ ഞാൻ പേടിച്ചില്ല. എന്താ കാര്യം? ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ പരീക്ഷ കൊണ്ടുണ്ടാകുമല്ലോ, എനിക്ക് അടയാളം വേണം, അമ്മ ഉണ്ടെന്നുള്ളതിനെ. പേടിച്ചില്ല. അതാണ് പേടിക്കാതിരിക്കുന്നതും. പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തോട് മറുതലിക്കാതിരിക്കണം. 2 സംഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റും. ഒന്നെന്താണ്? പ്രതിയോഗികളെ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഉടമ്പടി എടുത്തിരിക്കുന്നത്, എന്തിനെ പ്രതിരോധിക്കാനാണോ, അതിനെ നമ്മൾ പേടിക്കരുത്. പിന്നെ എന്താണ്? ദൈവത്തിനോട് നിങ്ങൾ മറുതലിക്കരുത്.